ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ന്യായീകരണ തൊഴിലാളികൾക്ക് സ്വാഗതം. ഇതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് ന്യായീകരിക്കുക. ശരിക്കും സംസ്ഥാനം പണം വാങ്ങിയിട്ടുണ്ടോ? ഫണ്ട് വാങ്ങിയത് കൊണ്ടാണോ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്തത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. നമുക്ക് വിശദമായി നോക്കാം. അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിന് കേന്ദ്രം നൽകിയത് 99 കോടി 27 ലക്ഷം രൂപയാണ്. ഒക്ടോബറിലാണ് ഒപ്പിടുന്നത്, നവംബറിൽ പണം നൽകുന്നു. ഈ തുക PM ശ്രീ പദ്ധതിയുടേതാണോ? അല്ല. ആ തുക SSK ഫണ്ടാണ്, സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട്. SSK ഫണ്ട് നൽകുന്നത് PM ശ്രീയുമായി ചേർത്ത് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേന്ദ്രം. ഇനി എന്താണ് ഈ SSK ഫണ്ട്? അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ്. 60% വിഹിതം കേന്ദ്രം വഹിക്കും, 40% വിഹിതം സംസ്ഥാനം വഹിക്കണം. പക്ഷേ ഈ SSK ഫണ്ട് 2021 മുതൽ 2025 വരെ 1171 കോടി രൂപയുണ്ട്. അത് കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടില്ല. ഇത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം തന്നെ സമ്മതിച്ച കാര്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2025 കേന്ദ്രം SSK ഫണ്ടായി നൽകേണ്ടത് 452 കോടി രൂപയായിരുന്നു. ആകെ നൽകിയത്, അതായത് PM ശ്രീയിൽ ഒപ്പിട്ട ശേഷമുള്ള ഈ പറയുന്ന 99 കോടി 27 ലക്ഷം രൂപയാണ്. കേരളം പദ്ധതി മരവിപ്പിച്ചു, കേന്ദ്രം ഫണ്ടും നിർത്തി. PM ശ്രീക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അത് നോക്കിയാൽ പദ്ധതിയുടെ ഒരു നടപടിയും കേരളം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയി കാണാൻ കഴിയും. അതായത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന സ്കൂളുകളുടെ പട്ടിക പോലും തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുമില്ല. കേരളത്തിൽ PM ശ്രീ പദ്ധതിയുടെ തുക കിട്ടുന്ന 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് നിലവിൽ ഉള്ളത്. അതായത് ചുരുക്കത്തിൽ PM ശ്രീയിൽ ഇടതുപക്ഷം ഒപ്പിട്ടു എന്നത് വസ്തുതയാണ്. പക്ഷേ ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കും എന്ന ലിസ്റ്റ് പോലും സർക്കാർ തയ്യാറാക്കിയിട്ടില്ല. അതിനു മുൻപ് പദ്ധതി മരവിപ്പിച്ചു. ഫണ്ട് കിട്ടിയത് PM ശ്രീ പദ്ധതി വിഹിതമല്ല. ഇനി തീരുമാനിക്കേണ്ടത്, ഇനി നമുക്കറിയേണ്ടത് UDF സർക്കാരാണ്. അതായത് PM ശ്രീ നടപ്പാക്കുമോ ഇല്ലയോ എന്ന്.